സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദ് എഴുതിയ അനുയാത്ര, അദ്ധ്യായം 8. ജോൺസൺ ഇത്രയേറെ ഗൗരവപ്പെട്ട് എമിലി ആദ്യമായി കാണുകയായിരുന്നു. ഇത്ര ശബ്ദമുയർത്തുന്നതും ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ അവളാകെ ഭയന്നു. മേരിയും ഭയന്നു. എമിലി എസ്റ്റേറ്റിൽ ചെന്ന് എന്തൊക്കെയോ ഒപ്പിച്ചു. അത് പ്രശ്നമായി. അവിടെ നിന്ന് അവളെ തേടി ആള് വന്നു. ജോൺസന്റെ കയ്യിൽ പെട്ടു. അങ്ങനെയാണ് മേരി കരുതിയത്. സത്യം ഇങ്ങനെയൊന്നുമല്ല. എമിലിയോടൊപ്പം ഡിഗ്രിക്കും PGക്കും പഠിച്ച കൂട്ടുകാരിയാണ് പത്മ. പത്മയെയും കൂട്ടിയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെന്നാണ് എമിലി ജോൺസനോട് പറഞ്ഞതും. പത്മയ്ക്കും അതേ ഇൻ്റർവ്യൂ ഉണ്ട് എന്നും പത്മയെ ജോൺസൺ അറിയാം. പലതവണ വീട്ടിൽ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പത്മയുടെ അമ്മയെയും അച്ഛനെയും ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുമുണ്ട്. ജോൺസൺ നിൽക്കുന്ന കടയിൽ അവർ തുണിത്തരങ്ങൾ എടുക്കാൻ പത്നിയോടൊപ്പം വന്നപ്പോൾ ഇത്തവണ സംഭവിച്ചതും അതുതന്നെ. ഇന്ന് പത്മ കടയിലെത്തി സാരി എടുക്കാൻ. അമ്മയും ഒപ്പമുണ്ട്. ജോൺസൺ യാത്രയെക്കുറിച്ചും ഇൻ്റർവ്യൂയെക്കുറിച്ചും സംസാരിച്ചു. ലോഹിത്തിന്. പത്മ അന്താളിച്ചു. കള്ളി വെളിച്ചത്തായി. ജോൺസൺ പിന്നീട് കരുതിയതിങ്ങനെ: ഇൻ്റർവ്യൂ എന്ന് കള്ളം പറഞ്ഞ് എമിലി എവിടെയോ പോയി. കൂട്ട് പത്മയാണെന്ന് പറഞ്ഞു. പക്ഷേ മറ്റാരോ ആയിരുന്നു കൂടെ. ഒരു ബോയ് ഫ്രണ്ട്. അല്ലെങ്കിൽ പിന്നെ തുറന്നു പറഞ്ഞുകൂടെ? ഒളിച്ചത് രഹസ്യമായതുകൊണ്ട് തന്നെ. ഏതോ ഒരുത്തനോടൊപ്പം ഒരു പകൽ മുഴുവൻ കഴിച്ചുകൂട്ടിയിട്ട് വന്നിരിക്കുന്നു പത്മയുടെ കൂടെ എന്ന് പറഞ്ഞു പോയിട്ട്. ജോൺസൺ കരുതുള്ളിയാണ് വന്നത്. ജോൺസന്റെ ധാരണ തെറ്റാണെന്ന് കണ്ടപ്പോഴേ മേരിക്ക് ആശ്വാസമായി, ധൈര്യമായി. എന്താണീ പറയുന്നതൊക്കെ? അയൽക്കാർ കേട്ടാൽ അതുമതി പാട്ടാകാൻ. എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പിന്നെ നിന്റെ മോൾ എവിടെ പോയതാടി? നീ പറയടി. നിന്റെ മോള്? എമിലി മമ്മിയെ നോക്കി. അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതാണ്. ഇപ്പോൾ പറഞ്ഞെങ്കിൽ കുറ്റപ്പെടുത്താനുമാകില്ല. തെറ്റിപ്പുറത്താണ്. അവൾ ഇൻ്റർവ്യൂവിന് തന്നെ പോയതാ. കാശെത്ര ചെലവായി? ഈ പേരും പറഞ്ഞ് ദൂരെയൊക്കെ പോകണമെങ്കിൽ 2 പേര് മെനക്കെടണം. 2 പേർക്കുള്ള ചെലവും വണ്ടിക്കൂലിയും വേണം. ഒക്കേക്കും എവിടെ പോണ്? ഒരു നേരം കഴിയണ കാര്യം തന്നെ കഷ്ടാ. അവളും പറഞ്ഞു. ഇവിടത്തെ സ്റ്റോപ്പിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് വണ്ടി കിട്ടും. ഇവിടെ തന്നെ വന്നിറങ്ങാന്ന്. വെളുപ്പിന് ഞാൻ തന്നെയാണ് വണ്ടിയിൽ കയറ്റി വിട്ടത്. അതൊന്നും ഇവിടെ അറിഞ്ഞിട്ടില്ല. അതെങ്ങനെ? ബോധമുണ്ടോ? വല്ലതൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചാ. മേരി നിർത്തി. കണ്ണുകൾ തുളുമ്പുകയും തുടയ്ക്കുകയും ചെയ്തു. അതോടെ ജോൺസൺ ഒന്ന് തണുത്തു. ഓ, ഞാൻ ബോധമില്ലാണ്ടുറങ്ങി. അതുകൊണ്ട് നീ അവളെ ഒറ്റയ്ക്ക് കയറ്റി വിട്ടു. മഹാധൈര്യവതി. ധീരതയ്ക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. നീ അവളെ പെറ്റതാണോ? എനിക്കിപ്പോൾ സംശയമുണ്ട്. പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കയറ്റിവിട്ടു. എങ്ങോട്ട്? അതറിയാമോ? അത് അവൾക്കറിയാമല്ലോ. അവൾ കൊച്ചുകുട്ടിയാണോ? അല്ല, അതല്ലേ കുഴപ്പം. ജോൺസൺ തെല്ലുകൂടി ശാന്തനായി. പിന്നെ എമിലിക്ക് നേരെ തിരിഞ്ഞു. ഒറ്റയ്ക്ക് പോകാനൊക്കെ നിനക്ക് ധൈര്യമായി അല്ലേ മോളെ? എന്നോട് കള്ളം പറയാനും. പപ്പാ. എമിലിക്ക് സങ്കടം വന്നു. നീ വിഷമിക്കേണ്ട, സാരമില്ല. നിന്റെ തള്ളയുടെ ധൈര്യമാ സമ്മതിക്കേണ്ടത്. നീ കള്ളം പറഞ്ഞു പോകട്ടെ. നിന്റെ തള്ളയും കൂട്ടുനിന്നു. അതും സമ്മതിച്ചു കൊടുക്കണം. മേരിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു തുറന്ന പുസ്തകമാണ് ആള്. അങ്ങനെയുള്ള ആളെ മറിച്ചതൊട്ടും ശരിയായില്ല. കൊച്ചുകുട്ടിയുടെ മനസ്സാണ്. ആട്ടെ, ഒറ്റയ്ക്ക് നീ എവിടം വരെ പോയായിരുന്നു? ജോൺസൺ വീണ്ടും ചോദിച്ചു. എമിലി മേരിയെ നോക്കി. അവർ വീർമു പൊട്ടി പറഞ്ഞു. അതൊരു ഹൈ റേഞ്ച് പ്രദേശമാ പപ്പ. ഞാൻ ഇൻ്റർവ്യൂ കാർഡ് തന്നതല്ലേ? പപ്പയ്ക്ക് ഓർമ്മയുണ്ടാവില്ല. ഇല്ല, ഞാൻ ഇത്തിരി കുടിച്ചായിരുന്നല്ലോ അന്ന്. ബോധമില്ലെന്ന് സമ്മതിച്ചേക്കാം. ഇനി പറയൂ, എവിടെയാ നീ പോയത്? മയിലാടിക്കുഴി. ജോൺസൺ നെട്ടിത്തിരിഞ്ഞു. നെഞ്ചിൽ വലിയൊരു കരിങ്കല്ല് വന്ന് പതിച്ച ആഘാതം. അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. എമിലി ഒന്നും അറിയാത്ത പോലെ തുടർന്നു. മേരി ശ്വാസം പിടിച്ചു നിന്നു. 2 വേക്കൻസി ഉണ്ട്. എസ്റ്റേറ്റിലായാലെന്താ? ഹൈറേഞ്ച് ആയാലെന്താ? ഒരു ജോലി കിട്ടുന്നതല്ലേ? ഒരു ജോലിയില്ലാതെ ഞാൻ എത്ര നാളുകൊണ്ട് വീർപ്പ് മുട്ടുന്നു പപ്പ. പോകാതിരുന്നിട്ടാ കിട്ടാതെ വന്നത് എന്നൊരു ഇച്ഛാഭംഗം എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. മമ്മി പക്ഷേ സമ്മതിക്കില്ല. ഹൈറേഞ്ചാ, അവിടെ കൊക്കയും കുഴിയൊക്കെയുണ്ട്. എസ്റ്റേറ്റിലെ കങ്കാണിമാരും മറ്റും മോശക്കാരാ. പോകണ്ടാന്ന് ഒരേ വാശി. പപ്പ അറിഞ്ഞാൽ ഒട്ടും സമ്മതിക്കില്ല എന്ന് മമ്മി തീർത്തു പറഞ്ഞു. മമ്മിയെ നിർബന്ധിച്ചത് ഞാനാ, പപ്പയോട് കള്ളം പറയാനും. പക്ഷേ ഞാൻ പോയിട്ട് സുഖമായി തിരിച്ചെത്തി. അവിടെ കങ്കാണിമാരെയും കണ്ടില്ല. കൊക്കയിൽ വീണതുമില്ല. നല്ല ആൾക്കാർ, നല്ല സ്ഥലം. എന്തൊരു ഭംഗി!
ഹിൽ വാലി എസ്റ്റേറ്റ് കാണാൻ. ഏതൊരാളും അവിടെ ചെന്നാൽ താനെ കവിത എഴുതിപ്പോവും. എമിലി പറഞ്ഞു നിർത്തി മമ്മിയെ നോക്കി. ഒരേ നിലയിലാണ് മേരി. മകൾ ഒരുപാട് കള്ളങ്ങൾ പറയുന്നു. വിശ്വസിക്കാവുന്നത്, സംശയിക്കാൻ പഴുതില്ലാത്തത്. അവരാശ്വസിച്ചു. തനിക്കിനി പിടിച്ചു നിൽക്കാം. ജോൺസൺ മുഖം കുനിച്ചിരിക്കുകയാണ്. എന്താണ് മുഖഭാവമെന്നറിയില്ല. ശക്തിയായി ശ്വാസം വലിക്കുന്നുണ്ട്. അതുമാത്രമറിയാം. എമിലി മമ്മിയെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് മെല്ലെ പിൻവലിഞ്ഞു. മേരി താഴെയിരുന്നു ജോൺസന്റെ കാൽക്കൽ. പിന്നെ കൈന്മേൽ പിടിച്ചു. ഞാൻ വിലക്കി, ആകുന്നത്ര വിലക്കി. കൊക്കയിൽ വീഴുമെന്ന് ഭയമാണെന്നും പറഞ്ഞു. അവൾ പ്രായമായ പെണ്ണല്ലേ, കൊക്കയിൽ വീഴുമെന്ന് ഭയക്കുന്ന കൊച്ചുകുട്ടിയല്ലല്ലോ. വല്ലാതെ പിടിവാശിയിൽ നിന്നാൽ എല്ലാം പറയേണ്ടി വന്നാലോ എന്നോർത്തു. പോയിക്കോട്ടെ എന്ന് കരുതി, ശത്രുക്കളുടെ നടുവിലേക്ക്. പക്ഷേ അവളെ അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല, പേരുകൊണ്ടുപോലും. ജോൺസൺ മുഖമുയർത്തി. ചുവന്ന ചോര കിനിയുന്നു കണ്ണുകളിൽ നിന്ന്. അവൾ അവിടെ ചെന്നതുപോലെ തന്നെ മടങ്ങി. ഒരുപക്ഷെ ഇത് വിധിയാകാം. എന്നായാലും ഒരിക്കലെങ്കിലും അവൾ അവിടെ പോകണമെന്നുള്ളത്. ജോൺസന്റെ ചുവന്ന കണ്ണുകളിൽ ക്രോധം തിങ്ങി. പതിയെ പല്ലും ഞെറുവുന്നതുപോലെ കേട്ടു സ്വരം, വിധി. അത് കണക്കാക്കാത്ത മട്ടിൽ മേരി പറഞ്ഞു. അവളല്ല ഇപ്പോൾ ഭരണം. ചെറുക്കൻ പ്രായമായില്ലേ, അവനാണ് മകൻ റോയി. എന്താ, ഭരണത്തിൽ പകുതി പിടിച്ചു പറ്റണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജോൺസൺ പെട്ടെന്ന് ചോദിച്ചു. എന്താണ് ഈ പറയുന്നത്? എൻ്റെ കൂടെ നിന്നാൽ ദാരിദ്ര്യം, കഷ്ടത. അല്ല, ആശിച്ചാൽ ഞാൻ തെറ്റു പറയില്ല. കിട്ടിയാൽ നല്ലതല്ലേ? കൊട്ടാരത്തിൽ താമസം, ഊഞ്ഞാൽ കട്ടിൽമേൽ ഉറക്കം, ഇഷ്ടപ്പെട്ട ആഹാരം, അലലില്ലാത്ത ജീവിതം. പരിഹാസം പോലെയാണ് പറച്ചിൽ. എന്തിനു ശവത്തിൽ കുത്തുന്നു? മേരി പറഞ്ഞു. ഇനി മതി, മോൾ അപ്പുറത്തുണ്ട്, അവൾ അറിയണ്ട. ജോൺസൺ അമർത്തി മൂളി. ആരാൻ്റേതാകുമ്പോൾ എത്രയൊക്കെ സ്വന്തമെന്ന് കരുതി ചേർത്ത് വച്ചാലും സ്വന്തമാവില്ല. ആകില്ല. ഞാനാണ് പാപി. അല്ലെങ്കിൽ സ്വന്തമായി എനിക്കൊന്നിനെ തരാത്തതെന്ത്? എങ്കിൽ എൻ്റെ മുമ്പിൽ കള്ളം പറയാൻ ധൈര്യപ്പെടില്ലായിരുന്നു. ഇത്രയൊക്കെ കടത്തി പറയുന്നതെന്തിന്? അവൾ ചെയ്തു തെറ്റ്, ഞാൻ കൂട്ടുനിന്നതും തെറ്റ്. ഒരു തെറ്റ് പറ്റാത്തവരുണ്ടോ? ഇനിയില്ല. ഇത്തവണത്തേക്ക് മാപ്പാക്കണം, അവൾക്കും എനിക്കും. വേണ്ട, മാപ്പൊന്നും ചോദിക്കണ്ട. അത്രയ്ക്കൊന്നുമില്ല, സാരമില്ല. ജോൺസൺ നെടുവീർപ്പോടെ എണീറ്റു. ആശ്വാസത്തിൻ്റെ നിശ്വാസത്തോടെ മേരിയും. സംഭാഷണം അപ്പുറത്തുനിന്ന് ശ്രദ്ധിച്ചു കേട്ട എമിലി പെട്ടെന്ന് മാറിക്കളഞ്ഞു. അവൾക്കും കണ്ണുകൾ നിറഞ്ഞുപോയി. എന്തൊക്കെയായാലും പപ്പയെ വിളിച്ചത് ശരിയായില്ല. പോകുന്ന കാര്യം ആലോചിച്ചിരുന്നെങ്കിൽ ഇത്തിരി വഴക്കിട്ടായാലും പപ്പ സമ്മതിക്കുമായിരുന്നു. ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിനെതിരെ നിന്നിട്ടില്ല. തിരിച്ചറിയാൻ പഴുതുകൾ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് വിടുന്നതിൽ പപ്പ എതിര് പറയില്ലായിരുന്നു. കുറഞ്ഞപക്ഷം മമ്മി കൊടുക്കുന്ന ധൈര്യത്തിൻ്റെ പുറത്തെങ്കിലും. ഇനി പറഞ്ഞിട്ട് ഫലമില്ല. സംഭവിച്ചത് ബുദ്ധിമോശം. പിറ്റേന്നും മൂടിക്കെട്ടിയ മുഖമായിട്ടായിരുന്നു ജോൺസൺ ജോലിക്ക് പോയത്. ഉച്ചയ്ക്ക് മുമ്പ് പത്മിയെത്തി. വന്ന പാടെ ശാസിച്ചു. നീ എന്ത് പണിയാ പെണ്ണെ ചെയ്തത്? നീ എവിടെ പോയി? എൻ്റെ പേരെന്തിനു പറഞ്ഞു? എൻ്റെ അമ്മ എന്നെ വഴക്കോട് വഴക്ക്. നിന്റെ പപ്പയെ അറിയാതെ പോയത് എവിടേക്കാ, അതറിയട്ടെ. എമിലി മെല്ലെ കാര്യം പറഞ്ഞു. മനസ്സിലാക്കി. രഹസ്യങ്ങൾ വെളിവാക്കാതെ തന്നെ. എല്ലാം കേട്ട് പത്മ ആശ്വസിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. നിന്റെ പപ്പ എന്തൊക്കെ കരുതി? നീ പക്ഷേ ധൈര്യശാലി തന്നെ. നിനക്കിത്തിരി ധൈര്യം കൂടുതലുള്ള കൂട്ടത്തിലാണ്. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂട്ടുവരുമായിരുന്നല്ലോ. വിളിച്ചതുമില്ല. എൻ്റെ പേര് മിസ്യൂസ് ചെയ്യുകയും ചെയ്തു. നിനക്കറിയാമല്ലോ പത്മേ കാര്യങ്ങൾ. രണ്ടുപേരുടെ വണ്ടിക്കൂലി തന്നെ ഈ വീടിനിപ്പോൾ താങ്ങാൻ കെൽപ്പില്ല. അതാ പപ്പയോട് പറയാതിരുന്നത്. മമ്മിയുടെ ചെറിയ സമ്പാദ്യമായിട്ടാണ് പോയത്. ആരെയും ഒപ്പം കൂട്ടാൻ പറ്റാത്ത സാഹചര്യം. നീ എനിക്ക് വണ്ടിക്കൂലി എടുക്കേണ്ടതായി വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും പോയിട്ടുള്ളപ്പോൾ? ശരിയാണ്, അത് പക്ഷേ ഞാൻ അറിയണ്ടേ? പോടി, നിന്റെ ദുരഭിമാനമല്ലേ ഇത്? എന്തായാലും ഞാൻ ഇന്നലെ വല്ലാതെ ഭയന്നു. നീ വല്ല പാർട്ടിയെയും കണ്ടെത്തി കടന്നു കളഞ്ഞൂന്ന്. പത്മ ചിരിച്ചു. എമിലി ചിരിച്ചില്ല. അതാണ് ഇന്നലെ പപ്പയും പറഞ്ഞത്. എൻ്റെ സങ്കടവും അതാണ്. സാരമില്ല, തെറ്റിദ്ധാരണ മാറിയല്ലോ, അത് മതി. പത്മ സമാധാനിപ്പിച്ചു. പത്മയുടെ അച്ഛൻ DYSP ആണ്. അമ്മ ടീച്ചറും. പത്മയും അനുജത്തിയും വിദ്യയും മക്കൾ, 2 പെൺമക്കൾ. പത്മ PhDക്ക് റിസർച്ച് ചെയ്യുകയാണ്. ഇടയിൽ വിവാഹാലോചനയുണ്ട്. പറ്റിയ പാർട്ടി വന്നാൽ ഉടൻ വിവാഹം.
വിദ്യ ഡിഗ്രിക്ക് പഠിക്കുന്നു. പത്മ മേരിയെയും സമാധാനിപ്പിച്ചു. അവൾ വന്നതോടെ ആ ചെറിയ വീടിനുള്ളിലെ പിരിമുറുക്കം അയഞ്ഞുകിട്ടി. അവൾ പോകാറായപ്പോഴേക്കും വല്ലാതെ ലാഘവം വന്നിരുന്നു മേരിക്കും എമിലിക്കും. മുഖത്ത് തെളിച്ചവും വന്നിരുന്നു. ജോൺസൺ വൈകിട്ട് വന്നപ്പോൾ പതിവ് പോലെ എമിലിക്ക് പലഹാരം കൊണ്ടുവന്നു. വാഴയ്ക്ക ബോളി. വീട്ടിലെ അന്തരീക്ഷം പഴയതുപോലെ ആയതിൽ എമിലി സന്തോഷിച്ചു. മേരി ആശ്വസിച്ചു. ഒരാഴ്ച കഴിഞ്ഞു. ഒരു ദിവസം വീണ്ടും ആ ചെറിയ വീടിൻ്റെ സമാധാനം കെടുത്താനായി ഒരു കാർഡ് വന്നു. യു ആർ അപ്പോയിൻറ്റഡ് ആസ് പേഴ്സണൽ അസിസ്റ്റൻറ്റ്. ജോയിൻഡ് ഇമ്മീഡിയറ്റ്ലി. റോയ് ഫെർണാണ്ടസ് ഒപ്പിട്ടയച്ചിരിക്കുന്നു. ചെന്നത് സ്റ്റെനോ കം ടൈപ്പിസ്റ്റ് വേക്കൻസിക്ക് വേണ്ടി. കിട്ടിയത് PA ആയിട്ട്. ഉടൻ ജോയിൻ ചെയ്യണം. ഉടൻ. ആദ്യമായി എമിലിക്ക് ഒരു ഓർഡർ കിട്ടുന്നു ജോലിക്ക് ജോയിൻ ചെയ്യാൻ. ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടേണ്ടതാണ്. പക്ഷേ അവൾ വിറങ്ങലിച്ചു പോയി. ആ എസ്റ്റേറ്റ് ഒന്ന് കാണുക, പപ്പ ജീവിച്ചു മരിച്ച സ്ഥലം കാണുക, ആ സ്ത്രീയെ ഒന്ന് കാണുക. ഇത്രയൊക്കെ ഇൻ്റർവ്യൂവിനുള്ള പോക്കുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇൻ്റർവ്യൂ നടത്തപ്പെട്ടപ്പോഴും അതേ വികാരമായിരുന്നു ഉള്ളിൽ. അതുകൊണ്ട് മനസ്സിൽ ആഘവപ്പെട്ടിരുന്നു. പോന്നപ്പോഴും ഇനിയില്ല എന്നുറച്ചിരുന്നു. ഇവിടെ വന്നിട്ടും ഇങ്ങനൊരു കാർഡ് പ്രതീക്ഷിച്ചില്ല, ചിന്തിച്ചു പോലുമില്ല. പക്ഷേ കാർഡ് കയ്യിൽ കിട്ടിയപ്പോഴോ? എമിലിയുടെ കയ്യിലിരുന്ന് ആ കാർഡ് വിറച്ചു. കാർഡ് മാത്രമല്ല, എമിലി അപ്പാടെ വിറച്ചു. ചെന്നാൽ എവിടെ താമസിക്കും, എങ്ങനെ കഴിയും? അതൊന്നും അറിയില്ല. കാർഡ് ഒരു ദിവസം മുഴുവൻ കയ്യിൽ വെച്ച് എമിലി ആലോചിച്ചു. ഒടുവിൽ തീരുമാനിച്ചു, എവിടെ താമസിച്ചാലും എങ്ങനെ താമസിച്ചാലും സാരമില്ല, പോകണം. ഹിൽ വാലി എസ്റ്റേറ്റിലെ ശമ്പളക്കാരിയായി എമിലിക്ക് പോകണം. ആദ്യമായി കിട്ടിയ ജോലി, സ്വന്തം കാലിൽ നിൽക്കാനൊരു പഴുത്, പട്ടിണിയിൽ നിന്നൊരു വിടുതൽ, വീട്ടിലെ പിരിമുറുക്കത്തിൽ നിന്നൊരു മോചനം. പകുതി സ്വത്തിന് അവകാശമുള്ളിടത്തെ ശമ്പളക്കാരിയായാലെന്ത്? ശത്രുനിരയുടെ നടുവിലേക്കായാലെന്ത്? കുറച്ചുനാൾ ജീവിക്കാം. അവൾ ഉറക്കെ പറഞ്ഞു, എനിക്ക് പോകണം, ഞാൻ ഈ ജോലി സ്വീകരിച്ചിരിക്കുന്നു. മേരി ബോധമറ്റു വീണു. ജോൺസൺ വല്ലാതെ തളർന്നുപോയി. അധ്യായം 9. എന്താ നിന്റെ ഉദ്ദേശം? എമിലി, നീ എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? മേരി ദീനമായി ചോദിച്ചു. ആദ്യം എമിലി അക്കാര്യം പറഞ്ഞത് മേരിയോടാണ്, ജോൺസൺ വരും മുമ്പേ. ഞാൻ ഈ ജോലി സ്വീകരിക്കുന്നു, എനിക്ക് പോകണം. അരുത് മോളെ, അപകടം നീ ക്ഷണിച്ചു വരുത്തുകയാണ്. അപകടത്തിലേക്ക് നീ നിന്നെ തന്നെ എടുത്തെറിയുകയാണ്. ഇല്ല, ഒന്നും സംഭവിക്കില്ല, എമിലി ശാന്തമായി പറഞ്ഞു. എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, തിരിച്ചറിയാനും പോകുന്നില്ല. മറ്റൊരു പണി കിട്ടുന്നതുവരെ എനിക്ക് ഇടത്താവളമാക്കാം. എനിക്ക് ഡ്രസ്സുകളില്ലെങ്കിലും വാങ്ങാമല്ലോ. ഈ ഒരു ചുരിദാർ മാത്രമാണ് എവിടെ പോയാലും. ഒരു നല്ല ചുരിദാറോ സാരിയോ വാങ്ങാൻ എനിക്ക് ഉപകരിക്കില്ലേ ഈ ജോലി? ഞാനായിട്ടെന്നെ ഒറ്റിക്കൊടുക്കില്ല. പിന്നെ മറ്റാരാ അവിടെ വരാൻ? എങ്ങനെ എന്നെ തിരിച്ചറിയാൻ? അങ്ങനെ ഒരു പഴുത് അവശേഷിക്കുന്നില്ലല്ലോ. പിന്നെന്താ? എനിക്ക് നീ മാത്രമേ ഉള്ളൂ മോളെ. എന്നാണ് എൻ്റെ ജീവൻ പോകുന്നതെന്നറിയില്ല. മേരി തേങ്ങി. എന്തായാലും നീ എൻ്റെ അടുത്തുണ്ടാകണം. എനിക്ക് മുമ്പേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാനാവില്ല. അതും അവരു തന്നെ. അവരുടെ കയ്യിലകപ്പെട്ടെന്തെങ്കിലും സംഭവിക്കുന്നതും. എമിലി മമ്മിയെ നോക്കി. അസഹ്യമായ നൊമ്പരം കടിച്ചിറക്കുന്ന മുഖം, നരച്ചു തുടങ്ങിയ മുടി, ക്ഷീണിച്ച ദേഹം. മമ്മിക്ക് ആ വിന്നി ഫെർണാണ്ടസിനോട് ദേഷ്യമില്ലേ? എമിലി ചോദിച്ചു. ഉവ്, അവരുടെ ഒറ്റമകനോട് ദേഷ്യമില്ലേ? അതെനിക്കറിയില്ല മോളെ. അന്ന് ആ സംഭവം നടക്കുമ്പോൾ ആ ചെക്കന് 5 or 6 വയസ്സുണ്ടാകും. അവൻ എന്തറിഞ്ഞിട്ടാണ്? ശരി, പപ്പായെ കൊന്നവരോട് പകയില്ലേ? മേരി മിണ്ടിയില്ല. ഇല്ലേ മമ്മി? പക, അവരോടുള്ള പക അഗ്നിയായി എന്നിൽ കത്തിപ്പടരാൻ തുടങ്ങിയിട്ട് വർഷം 23 ഇക്കാലം അത്രയും ഞാൻ കാത്തിരിക്കുന്നത് അവരുടെ നാശം അറിയാനാണ്. ദൈവം ശിക്ഷിക്കുന്നത് കാണാൻ, പത്രത്തിലൂടെയെങ്കിലും അറിയാൻ. അല്ലാതെ എനിക്കെന്ത് കഴിയും? അങ്ങോട്ട് ചെല്ലാൻ, ചോദിക്കാൻ, പ്രതികാരം ചെയ്യാൻ ഒന്നിനുമാവില്ല എനിക്ക്. എത്രയോ തവണ സങ്കടത്തോടെ ഞാൻ ഓർത്തിരിക്കുന്നു, നീ ഒരാണായി എൻ്റെ വയറ്റിൽ കുരുത്തില്ലല്ലോ. എമിലി മേരിയെ നോക്കി. പപ്പായുടെ കൊലപാതകളെ തിരിച്ചറിഞ്ഞ് പിടിച്ച് പ്രതികാരം ചെയ്യുന്ന ആൺകുട്ടികളെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കും ഖേദം തോന്നിയിട്ടുള്ളത്. മേരി പതിയെയാണ് പറയുന്നത്, സ്വയം തന്നോടെന്ന വണ്ണം. ആണിന് മാത്രമേ അത് കഴിയൂ എന്നുണ്ടോ മമ്മി? എമിലി ചോദിച്ചു. നീ എന്താ അങ്ങനെ ചോദിച്ചത്? ചില പെൺകുട്ടികളും പ്രതികാരം ചെയ്യുന്ന സിനിമ മമ്മി കണ്ടിട്ടില്ലേ?
എമിലി, ഞാൻ വിചാരിച്ചാലും പകരം ചോദിക്കാൻ കഴിയില്ലേ മമ്മി? മേരി മിഴിച്ചു നോക്കി. പപ്പായുടെ ചോരയല്ലേ എൻ്റെ ശരീരത്തിൽ. പപ്പായുടെ ആത്മാവ് എനിക്കവിടെ കൂട്ടിനുണ്ടാവില്ലേ മമ്മി? നീ എന്താ പറഞ്ഞു വരുന്നത്? തെളിച്ചു പറയൂ. മേരിയുടെ സ്വരത്തിന് ഇടർച്ച വന്നു. വല്ലാത്ത പരിഭ്രമം മുഖത്തുണ്ടായിരുന്നു. പപ്പായുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ എമിലിക്ക് കഴിയുമെന്ന്. മിണ്ടരുത്. മേരി ചൂണ്ടുവിരൽ ചുണ്ടിന്മേൽ വെച്ചു. അവരൊക്കെ ആരെന്ന് നിനക്കറിയില്ല. ഇൻ്റർവ്യൂവിന് നീ കണ്ട റോയി ഫെർണാണ്ടസോ, കാറിൽ ചാരിക്കിടന്നുപോയ ഒരു വെന്നി ഫെർണാണ്ടസോ അല്ല അവർ. പണത്തിമിരം പിടിച്ച വക, സ്വന്തം ഭർത്താവിനെ കുരുതി കഴിച്ച് കോടിക്കണക്കിന് സ്വത്തുക്കൾ കൈക്കലാക്കിയ പിശാചാണവൾ. നിന്നെ തിരിച്ചറിഞ്ഞു പോയാൽ ആ നിമിഷം നീ പിണമാകും. പിണം. കൊല്ലും. കൊന്നു കൊക്കയിലിടും. അദ്ദേഹത്തെ കൊന്നതുപോലെ തന്നെ. എമിലി വിളറിപ്പോയി. നീ കൊച്ചു പെണ്ണ്, ഒന്നും അറിയില്ലാത്തവൾ. അവരങ്ങനെയല്ല. പണം, സ്വാധീനം, തൻ്റെ ഇടം, മറക്കരുത്. ഒക്കെ വേണ്ടുവോളമുണ്ട്. 3-ാം ദിവസം രാവിലെയാണ് കൊക്കയിൽ നിന്നും ശവം പുറത്തെടുത്തത്. അപ്പോഴേക്കും നാറ്റം വെച്ചു എന്ന് ജോൺസൺ പറഞ്ഞതാണ്. അത്രയും സ്വത്തിൻ്റെ ഉടമയെ കൊന്നിട്ട് ആരും ചോദിച്ചില്ല. മരണം ഒരു കൊലപാതകമാണെന്ന് കൃത്യമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ആർക്കും സംശയം പോലും തോന്നിയതായി ഭാവിച്ചില്ല. സ്വന്തപ്പെട്ടവർ മാത്രമല്ല, പോലീസും. എമിലി മുഖം കുനിച്ചു. നീ പോകരുതെന്ന് ഞാൻ വിലക്കി. പോകണമെന്ന് നീ വാശിയെടുത്തു. ഞാൻ സമ്മതിച്ചു. പോയി, കണ്ടു, തൃപ്തിയായി. ഇനി വാശി വേണ്ട. നമ്മൾ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. വിധി മാറ്റി എഴുതാൻ നീ ശ്രമിക്കണ്ട. നിന്നോടും എന്നോടും ദേഷ്യമുണ്ട്. നമ്മളെ നശിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ആദ്യം ആ ജീവൻ എടുത്തത്. അവൾക്കറിയാം എന്നും നമ്മൾ അവൾക്ക് ഭീഷണിയാണെന്ന്. നിന്റെ അവകാശത്തെ തള്ളിപ്പറയാൻ ഈ ലോകത്തിൽ ആർക്ക് കഴിയും? ശരിയാണ്, എമിലി ഓർത്തു. തൻ്റെ അവകാശത്തെ തള്ളിപ്പറയാൻ ഈ ലോകത്തിൽ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. പക്ഷേ ഒരു തെളിവും നിരത്താനില്ലാതെ അങ്ങോട്ട് കയറി ചെന്ന് ഞാൻ ഈ സ്വത്തിനുടമയാണ്, ഞാൻ ഫെർണാണ്ടസിൻ്റെ മകളാണ് എന്ന് പറയാനാകുമോ? തെളിവുകൾ എന്തെങ്കിലും കാട്ടിക്കൊടുത്ത് പറയാനാകുമോ? ഇല്ല. രണ്ടും ഒരുതരം ആത്മഹത്യാപരമാണ്. ചാവേറായിട്ട് ചെല്ലേണ്ടി വരും, മരിക്കാൻ തയ്യാറായിട്ട്. മരണം സുനിശ്ചിതം. അത് വേണ്ട. എമിലിക്ക് ജീവിക്കണം. സ്വത്തുക്കൾ പിടിച്ചെടുക്കണം. പകുതി വേണ്ട, കുറച്ച് ജീവിക്കാനുള്ളത്. അതിനാദ്യം അതിനുള്ളിൽ കയറി പറ്റണം. അവരുടെ വിശ്വാസം ആർജിക്കണം. എല്ലാം മനസ്സിലാക്കണം. പിന്നെ ചെറിയ കരുക്കൾ നീക്കി കളിക്കണം. ആലോചിച്ചേ ചെയ്യാവൂ. മെല്ലെ കരുനീക്കാവൂ. അവർ ബോധവാന്മാരാകുമ്പോൾ താൻ ജയിച്ചിരിക്കണം. അതിനുള്ള വഴികളും കുരുക്കുകൾ നീക്കുന്ന രീതിയും മാത്രമേ ഇപ്പോൾ എമിലിയുടെ മനസ്സിലുള്ളൂ. കാര്യം തുറന്നു പറഞ്ഞെങ്കിലും മകളുടെ ദൃഢമായ മുഖഭാവം കണ്ടു മേരി വല്ലാതെ പകച്ചിരുന്നു. സത്യങ്ങൾ മനസ്സിലാക്കിയാണ് ഞാൻ പോകുന്നതെന്ന് പപ്പ ഒരിക്കലും അറിയണ്ട, എമിലി പറഞ്ഞു. പപ്പ എന്നും എൻ്റെ പപ്പ തന്നെ ആയിരിക്കട്ടെ. ഞാൻ പപ്പായുടെ പൊന്നുമോളും. കിട്ടുന്ന ശമ്പളം എൻ്റെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് ഞാൻ അയച്ചു തരാം. നിങ്ങൾക്കിരുവർക്കും കഴിയാൻ അത് മതി. ആരുമല്ലാഞ്ഞിട്ടും നമുക്കായി പപ്പ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടു. ഇനി വേണ്ട. മമ്മി നിർബന്ധിച്ച് പപ്പായെ വീട്ടിലിരുത്തണം. അസുഖമുള്ള മമ്മിക്ക് ഈ വീട്ടിലെപ്പോഴും ഒരു കൂട്ട് വേണം. ഞാൻ പോകുമ്പോൾ പപ്പ മമ്മിയുടെ അരികിലുണ്ടാവണം. എങ്കിലേ എനിക്കവിടെ സമാധാനം കിട്ടൂ. നീ എന്നെക്കുറിച്ചും പപ്പായെക്കുറിച്ചും മാത്രം പറയുന്നു. നിന്നെക്കുറിച്ചൊന്നും പറയുന്നില്ല. മേരി വല്ലാതെ സങ്കടപ്പെട്ടു. എന്നെക്കുറിച്ച് എന്തു പറയാൻ? എമിലി അത്ഭുതം കൂറി. 25 വയസ്സായൊരു പെണ്ണല്ലേ നീ? നിനക്കൊരു ജീവിതം വേണ്ടേ? ആദ്യം ജോലി. ഒരു ജോലി കിട്ടിയാൽ ജീവിതം താനേ ഉണ്ടാകും മമ്മി. അല്ലെങ്കിലും പകുതി സ്വത്ത് എനിക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള നിലയിൽ വേണ്ടേ എനിക്ക് കൂട്ടുകാരനെ തിരയാൻ? എമിലി ചിരിച്ചു. മേരിയുടെ കണ്ണുകളിൽ ഭീതി ഇരട്ടിച്ചതേയുള്ളൂ. ഇതോടെ തനിക്ക് മകളെ നഷ്ടപ്പെടുകയാണെന്ന് മേരിക്ക് തോന്നിപ്പോയി. പക്ഷേ അവളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അവൾ വാശിക്കാരിയാണ്. ജോൺസൺ രാത്രിയിൽ വന്നതോടെ വീണ്ടും പ്രശ്നമായി. സത്യം മകൾക്കറിയില്ല എന്ന ധാരണയിൽ അയാൾ പറയുന്ന കാരണങ്ങൾ മറ്റു പലതുമാണ്. എസ്റ്റേറ്റിലുള്ളവർ ദുഷ്ടക്കൂട്ടങ്ങളാണ്. ഹോസ്റ്റലോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു പെണ്ണ് അവിടെ ചെന്നെങ്ങനെ കഴിയും? അതും ഒറ്റയ്ക്ക്. ജോൺസന്റെ പരിചയക്കാരൻ എമിലിക്കായി ഒരാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആഴ്ച പയ്യൻ എമിലിയെ കാണാൻ വരും. വില്ലേജ് ഓഫീസിലെ ക്ലർക്കാണ്. കൂടുതലായി സ്ത്രീധനമോഹിയല്ല പയ്യൻ. പെണ്ണ് മിടുക്കിയായിരിക്കണം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ഈ 2 യോഗ്യതയും എമിലിക്ക് വേണ്ടുവോളമുണ്ട്. ഇത് നടക്കും. ആ തീർച്ചയിലാണ് ജോൺസൺ.
അപ്പോൾ എമിലി പോയാലോ? വിവാഹം ഇപ്പോൾ എന്തായാലും വേണ്ട പപ്പ, എമിലി സാവധാനം പറഞ്ഞു. ഒരു ജോലിയേക്കാൾ വലുതാണോ വിവാഹം? അങ്ങനെ പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? എത്ര കാലമായി ഒരു ജോലിക്കായി ഞാൻ കാത്തിരിക്കുന്നു. എന്നിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ തട്ടിക്കളയാനോ? കർത്താവ് പൊറുക്കുമോ പപ്പ അഹങ്കാരം കാട്ടിയാൽ? ജോൺസന് മറുപടിയില്ല. മറുപടിയില്ലാത്ത വാദങ്ങൾ ഉന്നയിച്ചാലേ രക്ഷപ്പെടാനാകൂവെന്ന് എമിലിക്കറിയാം. എന്തായാലും ഒരു ഓർഡർ കയ്യിൽ കിട്ടിയതല്ലേ, ഒന്ന് പോകാം പപ്പ. പപ്പായും വരുന്നില്ലേ? താമസിക്കാൻ സൗകര്യമില്ല. ജോലിയും മോശമാണെങ്കിൽ നമുക്കൊന്നിച്ച് ഉടനെ ഇങ്ങ് പോരാം. എന്താ? ഞാൻ വരുന്നില്ല. ജോൺസൺ ധൃതിയിൽ മേരിയെ നോക്കി. കടയിൽ നിന്നിപ്പോൾ അവധിയെടുക്കാൻ പറ്റാത്ത സമയം. 1-2 പേർ അവധിയില്ല. പപ്പ വരില്ലെന്ന് എമിലിക്ക് തീർച്ചയുണ്ട്. അവൾ ഊറിച്ചിരിച്ചു. സാരമില്ല പപ്പ, ഇൻ്റർവ്യൂവിന് ഞാൻ പോയതല്ലേ ഒറ്റയ്ക്ക്, പിന്നെന്താ? പോകാം. അവിടെ ചെന്നിട്ട് പപ്പ പറഞ്ഞതുപോലെയൊക്കെയാണെങ്കിൽ തിരിച്ചു പോരാം. അതുപോരെ? ജോൺസൺ മറുപടി പറഞ്ഞില്ല. ഉവെന്നോ പാടില്ലെന്നോ. എമിലി ചിരിയിലൊതുക്കി. മേരിക്ക് ആശ്വാസമായി. പിറ്റേന്ന് ജോൺസൺ വരുമ്പോൾ 3 സാരിയും 3 ചുരിദാറും ഉണ്ടായിരുന്നു കയ്യിൽ. വലിയ വിലയില്ലാത്തത്, എന്നാലും ഭംഗിയുണ്ട്. എൻ്റെ മോൾക്ക് ഡ്രസ്സുകൾ തീരെ കുറവാണ്. ഒരു ജോലിക്ക് പോവുമല്ലേ, കുറച്ചൊക്കെ അന്തസ്സായി പോകണ്ടേ? എമിലിക്ക് കണ്ണു നിറഞ്ഞുപോയി. എവിടുന്നാ പപ്പ ഇപ്പോൾ ഇത്രയധികം പണം? ഓ, പണം എന്തിന്? ഞാൻ മുതലാളിയോട് കാര്യം പറഞ്ഞു. തനിക്കിഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ അയാൾ പിടിച്ചോളും. ഞാൻ കരുതിയതാ മോളെ കൂടി വിളിച്ച് ഇഷ്ടം നോക്കാമെന്ന്. പിന്നെ കരുതി ഞാൻ തന്നെ കൊണ്ടുവരാമെന്ന്. പപ്പായുടെ സെലക്ഷൻ ഉഗ്രനായിട്ടുണ്ട്. പിന്നെന്താ? ഓരോന്നും നോക്കുമ്പോൾ എമിലി മനസ്സാ നൊമ്പരപ്പെട്ടു. ഈ സ്നേഹം, സ്വന്തം പിതാവിൻ്റെ മനസ്സിൽ നിന്നൂർന്നൊഴുകുന്ന സ്നേഹം. ആര് പറഞ്ഞു ഈ വലിയ മനുഷ്യൻ തൻ്റെ ജന്മദാതാവല്ലെന്ന്? ഈ സ്നേഹത്തിന് എന്തൊക്കെ പകരം കൊടുത്താൽ മതിയാകും? ഈ കടപ്പാട് എന്തൊക്കെ ചെയ്താൽ തീരില്ല. എന്നോ ഒടുങ്ങിപ്പോകേണ്ട ജീവിതങ്ങൾ, തെരുവിലലയാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങൾ തേച്ചു മിനുക്കി വെടിപ്പാക്കിയെടുത്ത് എത്രനാൾ ഹൃദയത്തോടടുപ്പിച്ച് സൂക്ഷിക്കുന്നു? എത്രനാൾ? വർഷങ്ങളായി. എമിലി അയൽക്കാരോട് വിവരം പറഞ്ഞു. യാത്ര ചോദിച്ചു. പത്മയുടെ വീട്ടിലും വിവരം പറഞ്ഞു. പത്മയ്ക്കൊരു വിവാഹാലോചന വന്നിരുന്നു. വരൻ IAS-കാരൻ. അവൾ സന്തോഷവതിയാണ്. അവളെ വിട്ടിട്ട് വേണം വിദ്യയ്ക്ക് വേണ്ടി ആലോചിക്കാൻ. ഓ, എനിക്കിപ്പോൾ വേണ്ട. പഠിക്കണം. കുറേ നാൾ സ്വാതന്ത്ര്യമായി വിലസണം. എന്നിട്ടേ ഒരുത്തൻ്റെ കക്ഷത്തിൽ തലവെച്ചു കൊടുക്കൂ. വിദ്യ ശുണ്ടിയെടുത്ത് തീർത്തു പറഞ്ഞപ്പോൾ എമിലി ചിരിച്ചു. പിറ്റേന്ന് വെളുപ്പിന് 4-നുള്ള വണ്ടിയിൽ ജോൺസണും എമിലിയും കയറി. ടൗണിലെത്തി. മയിലാടിക്കുഴി വഴി പോകുന്ന ബസ്. ഫാസ്റ്റ് പാസഞ്ചറിൽ എമിലിക്ക് സീറ്റ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ നിറമിഴികളുമായി ജോൺസൺ യാത്ര പറഞ്ഞു. പിന്നെ താക്കീതുപോലെ പറഞ്ഞു, മോളെ സൂക്ഷിക്കണം, എപ്പോഴും സൂക്ഷിക്കണം. എമിലി തലയാട്ടി. അവൾക്ക് സങ്കടം വന്നു. 10 മണിക്ക് മുമ്പ് ഹിൽ വാലി എസ്റ്റേറ്റിന് മുമ്പിൽ വണ്ടി നിന്നു. വാനിറ്റി ബാഗും ഡ്രസ് നിറഞ്ഞ തോൾ ബാഗും തൂക്കി ഹിൽ വാലിയുടെ ഗേറ്റ് കടക്കുമ്പോൾ എമിലിയുടെ മനസ്സ് വിളിച്ചാർത്തു. പപ്പ, ഞാൻ വരുന്നു. പപ്പയുടെ മരിയ, പപ്പായുടെ മാരിമുത്ത്, പക വീട്ടാൻ, സ്വത്ത് പിടിച്ചടക്കാൻ അനുഗ്രഹിക്കണം. ഒരു കുളിർ കാറ്റായി പപ്പ തന്നെ തലോടുന്നുവോ? അധ്യായം 10. റോയി ഫെർണാണ്ടസ് ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നത്തേതുപോലെ ലിഫ്റ്റ് കിട്ടാതിരുന്നതിനാൽ എമിലി നടന്നു. വല്ലാതെ വിഷമിച്ചാണ് ഓഫീസിലെത്തിയത്. 10 ഓഫീസ് സമയം. ആ സമയത്ത് ഓഫീസിൽ എത്തത്തക്ക വിധം ബസ്സിറങ്ങുന്ന ഓഫീസ് സ്റ്റാഫുകൾക്കായി ജീപ്പുകൾ കാത്തുകിടക്കും. കൃത്യം 9:30-ക്ക് ജീപ്പുകൾ ഗേറ്റിങ്കിൽ നിന്നും പോന്നിരിക്കും. പിന്നീടുള്ള നടപ്പും ഓഫീസിൽ ലേറ്റായാൽ കേൾക്കുന്ന വഴക്കും ഓർത്താൽ ആരും താമസിക്കില്ല. 9:30-ക്ക് മുമ്പ് തന്നെ ഗേറ്റിങ്കിൽ എത്തിയിരിക്കും. അത് കഴിഞ്ഞു വന്നതാണ് എമിലിക്ക് പറ്റിയ പിശക്. ഇൻ്റർവ്യൂവിന് വന്നപ്പോഴും ഇപ്പോഴും ചിരിയോടെ തന്നെ റോയി ഫെർണാണ്ടസ് അവളെ സ്വീകരിച്ചു. എമിലി നടന്നു വിഷമിച്ചു അല്ലേ? അവൾ വെറുതെ ചിരിച്ചു കാട്ടി. ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ? അവൾ തലയാട്ടി. വെളുപ്പിന് തന്നെ പുറപ്പെട്ടു? അതെ എന്ന തലയാട്ടൽ. സ്റ്റെനോ കം ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസിക്കായി ഇൻ്റർവ്യൂവിന് വന്നിട്ട് PA ആയി അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയപ്പോൾ അതിശയം തോന്നിയില്ലേ? റോയി ചോദിച്ചു. എന്തിനതിശയിക്കുന്നു? എമിലി ചിരിച്ചു. എനിക്ക് ഈ ജോലിയായിരിക്കും യോഗ്യത, അതല്ലേ സത്യം? റോയി ഒന്ന് അമ്പരന്ന് പോയിരിക്കണം.
കൈകൂപ്പി വിനയത്തോടെ നന്ദി പറയുന്ന എമിലിയാവും അയാൾ പ്രതീക്ഷിച്ചത്. എമിലി ആ അമ്പരപ്പ് കണ്ടു. അവൾ അകമേ ചിരിച്ചു. ഒരു ജോയിനിങ് റിപ്പോർട്ട് എഴുതിക്കൊള്ളൂ, ഡേറ്റും ടൈമും കാട്ടിക്കൊള്ളൂ. എമിലി ജോയിനിങ് റിപ്പോർട്ട് എഴുതി. റോയ് ബെല്ലടിച്ചു. പ്യൂൺ രാജേന്ദ്രൻ എത്തി. ഇത് മിസ് എമിലി. ഈ റിപ്പോർട്ടുമായി സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് എത്തിച്ചോളൂ. ശരി സാർ, അതീവ വിനയത്തോടെ പറഞ്ഞിട്ട് രാജേന്ദ്രൻ എമിലിക്ക് നേരെ ആംഗ്യം കാട്ടി. അവൾ രാജേന്ദ്രന് പിന്നാലെ നടന്നു. ചെറുപ്പക്കാരൻ, ചുറുചുറുക്കുണ്ട്. തെല്ലു കറുപ്പ് കലർന്ന നിറമാണെങ്കിലും കാണാൻ തരക്കേടില്ല, ചന്തമുണ്ട്. MDയുടെ ക്യാബിൻ്റെ പുറത്തായി ഒരു വലിയ ഹാൾ. അത് വന്നപ്പോഴേ ഈ ഹാൾ ശ്രദ്ധിച്ചിരുന്നു. ആസ്ബറ്റോസ് മേഞ്ഞത്, വേണ്ടത്ര വെളിച്ചം കിട്ടുന്ന ചില്ലു ജനാലകൾ. ആദ്യം കാണുന്ന ഇത്തിരി വലിയ മേശയ്ക്ക് മുമ്പിൽ രാജേന്ദ്രൻ നിന്നു. സൂപ്രണ്ട് ദിവാകരൻ, മധ്യവയസ്കനാണ്. സർ, പുതിയ അപ്പോയിൻമെൻ്റ് ആണ്, MD പറഞ്ഞു. രാജേന്ദ്രൻ എമിലിയെ പരിചയപ്പെടുത്തി. എമിലി ജോയിനിങ് റിപ്പോർട്ട് കാണിച്ചു. ജോയിനിങ് റിപ്പോർട്ട് നോക്കി മഹാജനിൽ ഇനീഷ്യൽ ചെയ്യുമ്പോൾ അമ്പരപ്പോടെ സൂപ്രണ്ട് ദിവാകരൻ പറഞ്ഞു. ഓ, തൃപ്പൂണിത്തുറ. എത്ര അകലം? എവിടെന്നാ എമിലി വരുന്നത്? അവൾ ഭവ്യതയോടെ അതെ എന്ന് പറഞ്ഞു. കൂടെ ആരുണ്ട്? ആരുമില്ല, ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ വഴി മനസ്സിലായി. ഓ, ഇവിടെ അടുത്ത് ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും താമസമുണ്ടോ? ഇല്ല. പിന്നെ എമിലി എവിടെ താമസിക്കും? ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. എമിലി മിണ്ടിയില്ല. എന്തു മിണ്ടാൻ? അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അവൾക്ക്. പക്ഷേ അവൾ എങ്ങനെ പരിഹരിക്കും? സൂപ്രണ്ട് ദിവാകരൻ അവളെ അടുത്തടുത്ത ടേബിളുകളിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ഹാളിലെ പല മേശകൾക്കും പിന്നിലെ കസേരകളിലായി 10 പേർ കൂടി ഉണ്ടായിരുന്നു. 2 സ്ത്രീകൾ, ബാക്കി പുരുഷന്മാർ. സ്ത്രീകളിൽ ഒരാൾ ക്ലർക്ക്, ഒരാൾ ടൈപ്പിസ്റ്റ്. മലയാളം ടൈപ്പിസ്റ്റാണ് സരസമ്മാൾ. ക്ലർക്കിൻ്റെ പേര് ജെസ്സി. പുരുഷന്മാരിൽ 2 പേർ അക്കൗണ്ടന്റുമാർ. കുര്യാക്കോസ് മധ്യവയസ്കനാണ്. സാജൻ ചെറുപ്പക്കാരൻ, സുന്ദരൻ. 3 പേർ ക്ലർക്കുമാർ. വിൻസെൻറ്റും അരുണും രഘുവും. മൂവരും ചെറുപ്പക്കാരാണ്. അങ്ങേയറ്റത്ത് അസിസ്റ്റന്റ് മാനേജർ സേവ്യർ കുര്യൻ. മാനേജർ മധ്യവയസ്കനാണ്. ശേഷിച്ച 2 പേരിൽ ഒരാൾ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്നയാളാണ്, നിർമ്മൽ. അയാളും ചെറുപ്പക്കാരനാണ്, സുമുഖനാണ്. ഒരാൾ മധ്യവയസ്കൻ, ഇംഗ്ലീഷിലും തമിഴിലും ടൈപ്പ് ചെയ്യുന്ന സുന്ദരരാജൻ. സുന്ദരരാജനും വിൻസെൻറ്റും സരസമ്മാളും തമിഴ് സംസാരിക്കുന്നു. എല്ലാവരും തന്നെ ദിവസവും പോയി വരാവുന്ന ദൂരത്ത് വീടുള്ളവരോ അവിടെ വന്ന് താമസിക്കുന്നവരോ ആണ്. സൂപ്രണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. എമിലിക്ക് മാത്രം ദിവസവും പോയി വരാനും പറ്റില്ല. അടുത്തെങ്ങും വീടുമില്ല. പരിചയപ്പെടുത്തലിനു ശേഷം എമിലിക്ക് സൂപ്രണ്ട് സീറ്റ് കാണിച്ചു കൊടുത്തു. ഹാളിലേക്ക് ഇറങ്ങുന്ന കോറിഡോറിനടുത്ത് തന്നെയാണ്. മുറിയിൽ സൗകര്യങ്ങളുണ്ട്. ആർക്കും ഈ മുറിയിൽ കയറിയിട്ടേ MDയുടെ മുറിയിൽ പ്രവേശിക്കാനാകൂ, സൂപ്രണ്ട് പറഞ്ഞു. എമിലി ഇപ്പോൾ സീറ്റിലിരിക്കുക. എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ആദ്യം ജോലിയൊക്കെ പഠിക്കുക. എസ്റ്റേറ്റിനെക്കുറിച്ചും നടക്കുന്ന ബിസിനസ്സിനെക്കുറിച്ചുമൊക്കെ, എന്നിട്ടേ ജോലി ചെയ്യാനാകൂ. ഞാൻ ഫയൽ എത്തിക്കാം. എമിലി തലയാട്ടി. സൂപ്രണ്ട് തിരികെ സീറ്റിൽ വന്നപ്പോൾ അസിസ്റ്റന്റ് മാനേജർ സേവ്യർ കുര്യൻ ചോദിച്ചു. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെയും ജോലിക്കെടുക്കില്ലെന്ന് കർശന നിയമമായിരുന്നു ഇവിടെ. പിന്നെ ഇതെന്തു പറ്റി? ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി കർശനം പാലിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ സാറേ? വിൻസെൻ്റ് ചോദിച്ചു. എക്സ്പീരിയൻസ് താനെ ഉണ്ടായിക്കൊള്ളുമെന്ന്, അതുപോലെ രഘുവിൻ്റെ വക. MD ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്നയാളാണോ? ജെസ്സി ചോദിച്ചു. നമുക്കെന്താ ജെസ്സി, അവളും പെണ്ണ് തന്നെ, നമ്മളും പെണ്ണ്. ഒന്നുമേ ചൊല്ലാതെ നമ്മ വേല പാക്കണം. അവളതാ, സരസമ്മാൾ പറഞ്ഞു. അപ്പുറത്തു നിന്നുള്ള സംസാരം ക്ലിയർ അല്ലെങ്കിലും എമിലി ഊഹിച്ചു തന്നെക്കുറിച്ചായിരിക്കണം. സൂപ്രണ്ട് ഇൻ്റർകോ എടുത്ത് MDയെ വിളിച്ചു. സർ, ഇന്നത്തെ പുതിയ അപ്പോയിൻമെൻറ്റ് എന്താ ചെയ്യുക? ഇവിടെ അടുത്തെങ്ങാനും ബന്ധത്തിലോ പരിചയത്തിലോ ആരുമില്ലെന്ന് കുട്ടി പറയുന്നു. നമ്മൾ എന്താ ചെയ്യുക സാർ? അവൾ ദൂരെ നിന്ന് വരുന്നു. ഒരു ജോലി, അത്യന്താപേക്ഷിതമായിട്ടുള്ളവൾ. താമസസ്ഥലം കണ്ടെത്തണം. ഒരു ഷെൽട്ടർ. ഞാൻ ആലോചിക്കുകയാണ് എന്തു ചെയ്യണമെന്ന്. മമ്മയെ ഒന്ന് വിളിക്കട്ടെ, പിന്നെ സംസാരിക്കാം. യെസ് സാർ. സൂപ്രണ്ട് റിസീവർ വച്ചു. അയാളുടെ അധരങ്ങളിൽ ഒരു ചിരി ഊറിക്കൂടി നിന്നു. പിന്നെ പതിയെ മറ്റുള്ളവരുടെ അറിവിലേക്കായി പറഞ്ഞു. മിക്കവാറും അവിടെ താമസിപ്പിക്കും. MDയുടെ വീട്ടിൽ തന്നെ.
10-30 കിടക്കമുറികളുള്ള വീടാണെന്ന് കേട്ടിട്ടുണ്ട്. അവിടെയുള്ളത്? ഈ കുട്ടിക്കും താമസിക്കാമല്ലോ. അതാ സൗകര്യം. അതെ, കുട്ടിക്കും താമസിക്കുന്നവർക്കും. ഹാളിൽ അടക്കിയ ചിരിയുണ്ടായി. സൂപ്രണ്ട് കുറേ ഫയലുകൾ രാജേന്ദ്രൻ്റെ കൈവശം ഏൽപ്പിച്ചു. PA മുറിയിലെത്തിക്ക്. എല്ലാം നോക്കി പഠിക്കാൻ പറയ്. കുറേയൊക്കെ അവിടെ ഷെൽഫിലുണ്ട്. ഈ കീയും കൊടുത്തേക്കൂ. രാജേന്ദ്രൻ കീയും ഫയലുമായി എമിലിയെ ഏൽപ്പിച്ചു. എമിലിയുടെ സീറ്റിൻ്റെ വലതുവശത്തായിരുന്നു ഷെൽഫ്. അത് ചൂണ്ടിക്കാട്ടി രാജേന്ദ്രൻ പറഞ്ഞു, അതിൻ്റെ കീയാണ്. മുമ്പിലിരുന്ന സാറ് ചെയ്തിരുന്ന ഫയലും പേപ്പറുകളുമൊക്കെ അതിൽ കാണും. നോക്കാൻ സൂപ്രണ്ട് പറഞ്ഞു. എന്താ മുമ്പിരുന്ന സാർ പോയത്? ആ സാറിന് സർക്കാരിൽ പണി കിട്ടിയതാ സാറേ. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ. ഈ സീറ്റ് ഭാഗ്യമുള്ള സീറ്റാ സാറേ. അധിക നാളിരിക്കേണ്ടതായി വന്നിട്ടില്ല ആർക്കും. സാറിന് പെട്ടെന്ന് കയറ്റം കിട്ടും. എങ്ങോട്ട്? എമിലി സ്വയം ചോദിച്ചു. ഈ അഭിനയം എന്നെങ്കിലും ആരെങ്കിലും കണ്ടെത്തിയാൽ കയറ്റമല്ല കിട്ടുക, ഇറക്കമാണ്. മമ്മി ഭയപ്പെടുന്നത് പോലെ കൊക്കയിലേക്ക്. ആരാ ചോദിക്കാൻ? ആരറിയാൻ? എസ്റ്റേറ്റിൻ്റെ ഒറിജിനൽ ഉടമസ്ഥന് ജീവൻ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണോ പകുതിയുടെ അവകാശിക്ക്? എമിലിയുടെ ഉള്ളിൽ ആദ്യമായി ഭയത്തിൻ്റെ നാമ്പിറങ്ങി. സാഹസമാണോ താൻ ചെയ്യുന്നതൊക്കെ? ആത്മഹത്യാപരമാണോ? ആവോ, എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി മുങ്ങിക്കുളിച്ച് കയറുക തന്നെ. താൻ ആണായി ജനിച്ചില്ല എന്ന സങ്കടം മമ്മിക്കുണ്ടാകരുത്. പപ്പയുടെ മരണത്തിന് പകരം ചോദിക്കുന്നതിനിടയിൽ മരിച്ചാലും അത് പുണ്യപ്പെട്ട പ്രവൃത്തിയായി കർത്താവ് കൈക്കൊള്ളും. വേണ്ടെന്ന് വെച്ച് പോയാലും തനിക്കൊരു നല്ല ജീവിതമില്ല. ശ്വാസം കിട്ടാതെ വലിക്കുന്ന ഏതെങ്കിലും ഒരു നിമിഷത്തിൽ മമ്മിയുടെ ശരീരത്തു നിന്ന് ജീവൻ വേർപെടാം. അതോടെ ഈ ലോകത്ത് താൻ തനിച്ചാകുന്നു, അനാഥയാകുന്നു. മമ്മി ഈ സത്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പപ്പയുണ്ടല്ലോ എന്നാശ്വസിക്കാമായിരുന്നു. ആ സത്യം അറിഞ്ഞതു മുതൽ എന്തുകൊണ്ടെന്നറിയില്ല, നേരിയ അകൽച്ചയാണ് ഉള്ളിൽ തോന്നുന്നത്. മമ്മി ഇല്ലാതായാൽ തീർച്ചയായും അകൽച്ച വർദ്ധിക്കും. ജീവിതത്തിലേക്ക് ഒരു നല്ല കൂട്ടുകാരൻ കടന്നു വരും എന്നുപോലും ചിന്തിക്കാനാകുന്നില്ല. ആശ്വസിക്കാനും കഴിയുന്നില്ല. പണമില്ല. കഴുത്തിൽ അരപ്പവൻ്റെ നൂലുപോലൊരു മാലയാണുള്ളത്. കാതിൽ ചെറിയ കല്ലും കമ്മലും, പിന്നൊന്നുമില്ല. ആര് തന്നെ കയ്യിലേൽപ്പിക്കും? 3.5 സെൻറ്റ് ഭൂമിയും കല്ല് കെട്ടി തേച്ചിട്ട് പോലുമില്ലാത്ത ആ പുരയും ആർക്ക് വേണം? ഒരു ജോലി പോലുമില്ലെങ്കിൽ വേണ്ട. എന്തായാലും മുന്നിൽ ആശിക്കാനൊന്നുമില്ല. എങ്കിൽ പിന്നെ ഈ വഴിയാണ് നന്ന്. വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാനും തൽക്കാലം ഇതാണ് നന്ന്. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ മമ്മിയോട് പോലും നേരിയ അകൽച്ചയാണ് തോന്നുന്നത്. ഇത്രയും വർഷങ്ങൾ സത്യം മറച്ചതിന്, മറ്റൊരാളെ ചൂണ്ടിക്കാട്ടി പപ്പ എന്ന് വിളിപ്പിച്ചതിന്, സ്വന്തം പപ്പയുടെ ഓർമ്മ ദിവസം ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാതിരുന്നതിന്. അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം. തനിക്ക് പക്ഷേ ആ കാരണങ്ങൾ 100% ദഹിക്കുന്നില്ല എന്ന് മാത്രം. ന്യായീകരിക്കാനും കഴിയുന്നില്ല. ഉച്ച കഴിഞ്ഞു. സൂപ്രണ്ടിൻ്റെ മേശയിലുള്ള ഇൻ്റർകോം ശബ്ദിച്ചു. ദിവാകരൻ, എമിലിയെ ഡ്രൈവറെ കൂട്ടി ബംഗ്ലാവിലേക്ക് വിട്ടേക്ക്, മമ്മി പറഞ്ഞു. സൂപ്രണ്ടിൻ്റെ ചുണ്ടിൽ ചിരിയൂറി. യെസ് സാർ. അയാൾ ഊറിയ ചിരി മറച്ചു വെച്ച് ഭവ്യതയോടെ പറഞ്ഞു. പിന്നെ രാജേന്ദ്രനെ വിട്ടു ഡ്രൈവർ ഈപ്പച്ചനെ വിളിപ്പിച്ചു. 50 കഴിഞ്ഞ മെലിഞ്ഞ ശരീരമാണ് ഈപ്പച്ചന്. ഉത്സാഹമുള്ള പ്രകൃതം, എപ്പോഴും ചിരി തോന്നിക്കുന്ന മുഖം. സൂപ്രണ്ട് വിവരം പറഞ്ഞു. ഈപ്പച്ചൻ ജീപ്പിറക്കി. രാജേന്ദ്രൻ തന്നെയാണ് എമിലിയോട് വിവരം പറഞ്ഞത്. ബംഗ്ലാവിലേക്ക് ചെല്ലാൻ MD പറഞ്ഞെന്ന്. അവളുടെ ഹൃദയം വല്ലാതെ പ്രകമ്പനം കൊണ്ടു. താൻ ബംഗ്ലാവിലേക്ക് പോകുന്നു. തൻ്റെ പപ്പ ജനിച്ചു വളർന്ന ബംഗ്ലാവിലേക്ക്. ആ സ്ത്രീയുടെ മുമ്പിലേക്ക്. പപ്പായുടെ ചോര കുടിച്ച പിശാചിൻ്റെ മുമ്പിലേക്ക്. എമിലി എണീറ്റു. മെല്ലെ പുറത്തേക്ക് വന്നു. തോളിൽ വാനിറ്റി ബാഗ്, കയ്യിൽ ഒരു എയർ ബാഗ്. രണ്ടും ജീപ്പിനുള്ളിൽ എടുത്തു വച്ചു. പിന്നാലെ അവളും കയറി. ജീപ്പ് നീങ്ങി. ഓഫീസിലേക്ക് വന്ന വഴിയേ തന്നെ ജീപ്പ് കുറച്ച് സഞ്ചരിച്ചു. പിന്നെ തേയിലച്ചെടികൾക്ക് നടുവിലൂടെ തന്നെ വലതുവശത്തേക്ക് റോഡ് കണ്ടു. കയറ്റമാണ്. കുറച്ച് കയറിയപ്പോൾ റോഡ് നിരപ്പായി. എന്താ പേര്? എമിലി അങ്ങോട്ട് സംസാരിച്ചു. ഈപ്പച്ചൻ. ഡ്രൈവിങ്ങിൽ നിന്നും ഒട്ടും ശ്രദ്ധ തെറ്റിക്കാതെ മുഖം തിരിക്കാതെ അയാൾ പറഞ്ഞു. എന്തിനാ ഈപ്പച്ചൻ ചേട്ടാ എന്നെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുന്നത്? എമിലി ചോദിച്ചു. ഈപ്പച്ചൻ ചേട്ടാ എന്ന വിളി അയാൾക്ക് സുഖിച്ചു. ചിരിയോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. എനിക്കറിയത്തില്ലല്ലോ കൊച്ചേ.
ബംഗ്ലാവിൽ ആരുണ്ട്? അവിടെ മമ്മയുണ്ട്. മമ്മയോ? അറിയാത്ത മട്ടിൽ ചോദിച്ചു. അതെ, റോയ് കുഞ്ഞിൻ്റെ മമ്മി. എല്ലാവരും മമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. 4-5 വർഷം മുമ്പ് വരെ എല്ലാം മമ്മയെ നോക്കിയിരുന്നേ. ഇപ്പോൾ ഒന്നിനും തലയിടാറില്ല. ഒക്കെ റോയ് കുഞ്ഞാ. വേറെ ആരുമില്ലേ? വേറെ ആരാ? റോയ് കുഞ്ഞിൻ്റെ അപ്പൻ ചെറുപ്പത്തിലേ മരിച്ചതല്ലേ. അയ്യോ, അതെങ്ങനെ? എന്തായിരുന്നു അസുഖം? അസുഖമൊന്നുമില്ലായിരുന്നു കൊച്ചേ. പലരും പലതും പറയണ്. എന്തായാലും കൊക്കേന്ന് ശവം എടുത്തപ്പോൾ മണം വയ്ക്കാൻ തുടങ്ങിയിരുന്നു. തങ്കക്കുടം പോലൊരു മനുഷ്യൻ. മനസ്സും അങ്ങനെയായിരുന്നു. നല്ലവർക്ക് ആയുസ് കൊടുക്കത്തില്ല കൊച്ചേ. ഈപ്പച്ചൻ ചേട്ടൻ അന്നേ അവിടെ ഉണ്ടായിരുന്നോ? പിന്നെ റോയ് കുഞ്ഞിൻ്റെ പപ്പയാ എന്നെ നിയമിച്ചു തന്നെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീപ്പും കാറുമൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നതല്ലേ. എന്നിട്ട് റോയ് സാറിൻ്റെ മമ്മ വീണ്ടും വിവാഹം നടത്തിയില്ലേ? ഈപ്പച്ചൻ മറുപടി പറഞ്ഞില്ല. കാരണം വണ്ടി നിന്നിരുന്നു. ഈപ്പച്ചൻ പിന്നിലേക്ക് നോക്കി പറഞ്ഞു, ഇറങ്ങിക്കോ കൊച്ചേ, ബംഗ്ലാവായി. എമിലിയുടെ നെഞ്ചിൽ അജ്ഞാതമായ ഭയം വല്ലാതെ ചുരം മാന്തി തുടങ്ങിയിരിക്കുന്നു. അടുത്ത അധ്യായം നാളെ.